അപ്പാച്ചെ Log4j ഇൻ്റർനെറ്റ് എവിടെ എടുത്ത് നോക്കുകയാണെങ്കിലും ഇതിനെക്കുറിച്ചായിരിക്കും ചർച്ച. അതുപോലെ തന്നെ നമ്മുടെ സൈബർ സെക് കമ്മ്യൂണിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചായിരിക്കും ചർച്ച. എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം, ബൈപ്പാസ് ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ആയിരിക്കും. സോ ഞാൻ 3 ദിവസം ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ടെക്നിക്കൽ റീസൺ കാരണം പെട്ടെന്ന് നിർത്തേണ്ടി വന്ന് നിങ്ങൾ അറിയുന്നുണ്ടാകും. സോ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വെച്ചാൽ ഫ്രീ ടൈമും കിട്ടി, പിന്നെ അതുപോലെ തന്നെ കുറേ കണ്ടൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ ലൈവ് വന്ന് ധൃതി പിടിച്ചിടേണ്ട ആവശ്യമില്ല, ക്ലീൻ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ എന്താണ് അപ്പാച്ചെ Log4j? ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇൻ്റർനെറ്റ് സീറോയുടെ വൾനറബിലിറ്റി എന്തൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം 3 ബില്യൺ ഓഫ് അപ്ലിക്കേഷൻസ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പാച്ചെ Log4j യൂസ് ചെയ്യുന്നത് 3 ബില്യൺ ഓഫ് അപ്ലിക്കേഷൻസ് ആണ്. സോ അത്രക്കും ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ബഗ്ഗാണ്. ആൻഡ് ഇത് RC ആണ് കിട്ടുന്നത്, ഡയറക്റ്റ് RC ആണ് കിട്ടുന്നത്, റിമോട്ട് കോഡ് എക്സിക്യൂഷൻ. ആൻഡ് ഇതിൻ്റെ ഒരു സ്കോർ എന്ന് പറയുന്നത് ഈ വൾനറബിലിറ്റി 10.0 ആണ്. ഇത് December 9 കണ്ടുപിടിച്ചത്. ഇപ്പോൾ എത്രയായി? ഇപ്പോൾ December 18 സോ കുറച്ച് ദിവസമായി. ആൻഡ് ഇപ്പോഴും കുറേ സെർവേഴ്സും സൈറ്റ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് അവർ ഇപ്പോൾ 2.16 എന്താണ് അത് പാച്ച് ചെയ്തിട്ടുണ്ട്. JND ലുക്കപ്പ് കാര്യങ്ങളൊക്കെ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പോലും വെണ്ടേഴ്സിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരണം, എന്നാൽ മാത്രമേ അത് 100% ഇതാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു Log4j വൾനറബിലിറ്റി വരാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ JND ലുക്കപ്പ് കാരണമാണ്. ആൻഡ് ഈ ഒരു JNDI എന്ന് പറയുമ്പോൾ എന്താണെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. JNDI എന്ന് പറഞ്ഞാൽ ജാവ നെയിമിംഗ് ഡയറക്ടറി ഇൻ്റർഫേസ് ആണ്. ഇതൊരു API ആണ്. അത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നെയിമിംഗ് ആൻഡ് ഡയറക്ടറി സർവീസസിന് വേണ്ടിയിട്ടാണ്. ലൈക്ക് ഇപ്പോൾ നമ്മുടെ DNS ഒക്കെ ഉണ്ടല്ലോ, DNS ഇപ്പോൾ നമ്മൾ google.com എന്നടിക്കുമ്പോൾ സത്യത്തിൽ ഈ google.com എന്നതിന് സത്യത്തിലൊരു IP അഡ്രസ്സ് ഉണ്ട്. സോ നമ്മൾ ഹ്യൂമൺ ആയതുകൊണ്ട് നമുക്ക് IP അഡ്രസ്സൊക്കെ മനസ്സിലാക്കി വെക്കുക എന്ന് പറയുന്നത് അത്ര സിമ്പിളല്ല. 1-2 സൈറ്റിൻ്റെയൊക്കെ IP അഡ്രസ്സ് മനസ്സിലാക്കി വെക്കാൻ പറ്റും. ബട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ കുറേ സൈറ്റ് അറിയേണ്ടി വരും. സോ നമുക്ക് ഹ്യൂമണിന് പെട്ടെന്ന് മെമ്മറബിൾ ആയിട്ടുള്ളൊരു കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡൊമൈൻ നെയിം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു www.google.com എന്ന് അടിക്കുകയാണെങ്കിൽ നേരെ DNSലോട്ട് പോയിട്ട് അത് ഏത് IP അഡ്രസ്സുമായിട്ടാണ് കറസ്പോണ്ടിങ് എന്ന് ചെക്ക് ചെയ്തിട്ട് ആ ഒരു IP അഡ്രസ്സ് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ കൊടുക്കുന്ന ഡൊമൈന് കറക്റ്റായിട്ട് ഒരു IP അഡ്രസ്സിൽ അസൈൻ ചെയ്ത് സെറ്റായി കിടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റിലോട്ട് ഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മെമ്മറബിളായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിന് യൂസ് ചെയ്യുന്നതാണ് JNDൻ്റെ നെയിമിംഗ് സർവീസ് എന്ന് പറയുന്നത്. സോ ഇവിടെ JND ലുക്കപ്പ് യൂസ് ചെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞു. സോ അപ്പോൾ ഇതൊരു API ആണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു JND യൂസ് ചെയ്യണമെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡർ വേണം. സോ ഇതിൽ യൂസ് ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. JNDI ആർക്കിടെക്ചർ കാണിച്ചു തരാം. സോ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നുണ്ട് LDAP ആൻഡ് RMI ആൻഡ് DNS. ഈ ഒരു 3 ഇതിലാണ് ഒരു എറർ വന്നിട്ടുള്ളത്. സോ നെറ്റ് സ്ലോ ആയല്ലോ. ഈ ഒരു ഇഷ്യൂ ആയിരുന്നു അന്ന് ലൈവ് ഇട്ട സമയത്ത് ഇത് റെഡി ആയിരുന്നു. സോ ആ ഒരു 3 പ്രോട്ടോകോളാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു 3ലാണ് വൾനറബിലിറ്റി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് സോ അതെന്താ ചെയ്യുന്നത് വെച്ചാൽ LDAP യൂസ് ചെയ്താൽ വേറൊരു ഇതിലോട്ട് നമുക്ക് റിക്വസ്റ്റ് പോകാൻ കഴിയും. അപ്പോൾ ഇതൊരു API ആണെന്ന് പറഞ്ഞു. ഈ ഒരു LDAP അല്ലെങ്കിൽ RMI DNS ഇതൊക്കെ യൂസ് ചെയ്തിട്ട് വേറൊരു സെർവറിലോട്ട് അല്ലെങ്കിൽ വേറൊരു ഇതിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്തിട്ടാണ് വരുന്നത്. സോ ഈ ഒരു JNDI നമുക്ക് മലീഷ്യസ് ആയിട്ടുള്ള പേലോഡ്സ് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് നമ്മുടെ സെർവറിൽ ആ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇതിൻ്റെ എക്സ്പ്ലോയിറ്റ് എങ്ങനെ ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ ഇതിപ്പോൾ നമ്മൾ ഇതിൽ എൻവിറോൺമെൻറ്റ് സെറ്റൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റിംഗ് ആണ് വീഡിയോ. സോ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു സെർവർ സെറ്റ് ചെയ്തിട്ട് നമ്മളതിൽ നമുക്ക് ആവശ്യമുള്ളൊരു കോഡ് ആ ഒരു സെർവറിൽ റൺ ചെയ്യും. ആൻഡ് ഇതിൽ നിന്ന് LDAP വഴി ആ ഒരു സെർവറിലോട്ട് റിക്വസ്റ്റ് പോകുമ്പോൾ ആ ഒരു റിസോഴ്സിലോട്ട് ആക്സസ് കൊടുക്കും. അപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റ് അവിടെ റണ്ണായിട്ട് ആ ഒരു നമ്മളവിടെ കൊടുക്കുന്ന കമാൻഡ് നമ്മുടെ സെർവറിൽ എക്സിക്യൂട്ട് ആവുന്നുണ്ട്. സോ ആ ഒരു JNDI ലുക്കപ്പ് യൂസ് ചെയ്ത് കാരണത്താലാണ് ആ ഒരു വൾനറബിലിറ്റി അറൈസ് ആയിട്ടുള്ളത്. സോ കുറേ ഇതിൽ JNDI ലുക്കപ്പ് ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ Log4j 1.x അങ്ങാണ്ട് JNDI യൂസ് ചെയ്യുന്നില്ല ഡിഫോൾട്ടായിട്ട്. സോ അപ്പോൾ അതിൽ സീനില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ആരെങ്കിലും അവർ JNDI സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, JNDI ലുക്കപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു വൾനറബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ ഇപ്പോഴും പറയാനുള്ളത് കുറേ ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. 3 ബില്യൺ അപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. വെബ് ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എന്നിരുന്നാലും ഈ ഒരു ഇത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ വെണ്ടേഴ്സിൻ്റെ ഒക്കെ സെക്യൂരിറ്റി പാച്ചസ് കാര്യങ്ങളൊക്കെ വരണം. സോ ഇപ്പോഴും ഹണ്ടേഴ്സിനൊക്കെ ഇതൊരു സംഭവമായിരുന്നു. ബട്ട് എനിക്ക് ഹണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, ടൈം കിട്ടിയിട്ടില്ല.
ആൻഡ് ഇത് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിക്റ്റേറ്റ് ചെയ്യുക എന്നുള്ള പറഞ്ഞത് ഡിക്റ്റേറ്റ് ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗിറ്റബിലും കുറേ സ്ഥലത്ത് കുറേ ആർട്ടിക്കിൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എങ്ങനെ ബൈപ്പാസ് ചെയ്യുക കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിലും ബൈപ്പാസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവ ഞാൻ ഹണ്ട് ചെയ്യാൻ നോക്കിയിട്ടില്ല, ഇന്നിപ്പോൾ ഫ്രീ ടൈമാണ് ഇന്ന് നാളെയൊക്കെ. സോ വീഡിയോ ഒക്കെ ചെയ്യാണ്. സോ ഹണ്ട് ചെയ്യണം. ഇപ്പോൾ ഹണ്ടിങ് ഒക്കെ നിർത്തിയിട്ട് കുറച്ചായി, 1.5 മാസം 2 മാസത്തോളമായി. ഇപ്പോൾ വെബ് ഡെവലപ്മെൻറ്റ് ഫ്രീലാൻസ് ആയിട്ട് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. സോ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. സോ ഇത് 2 ടിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു അറ്റാക്ക് മെഷീൻ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഞാനിവിടെ നമ്മുടെ VPN ഒന്ന് ഓൺ ആക്കട്ടെ. സോ നമ്മുടെ മെഷീനൊക്കെ ഓണായി വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് എന്താണ് നമ്മുടെ ഏതൊരു സംഭവം ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് എന്താണ് ഇൻഫോർമേഷൻ ഗ്യാതറിങ് അല്ലെങ്കിൽ റെക്കോൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ സാധനം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഒന്ന് Nmap ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ എല്ലാ പോർട്ടും സ്കാൻ ചെയ്യാനാണ് ചെയ്യുന്നത്. സോ നമുക്ക് അതിലോട്ട് പോകാം. സോ സ്കാൻ ദ മെഷീൻസ് ടു ഡിറ്റർമിൻ വാട്ട് പോർട്സ് ആർ ആക്സസിബിൾ എന്നാണ്, ഏതൊക്കെ പോർട്ട് ഉണ്ട് നോക്കാനാണ്. ആൻഡ് നമുക്ക് അപ്പാച്ചെ Log4j യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. സോ ഇവിടെ -v യൂസ് ചെയ്യുന്നത് വെർബോസിനാണ്. ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നത് എല്ലാ പോർട്ടും സ്കാൻ ചെയ്യാനാണ്. സോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 2 പോർട്ട് ഓപ്പൺ ആണ്. സോ വെർബോസ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഓരോ സമയത്തും ഇങ്ങനെ റിസൾട്ട് വന്നുകൊണ്ടേയിരിക്കും. മറ്റേത് ലാസ്റ്റ് വെർബോസ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ലാസ്റ്റ് പെട്ടെന്ന് അങ്ങ് റിസൾട്ട് വരായിരിക്കും ചെയ്യുന്നത്. സോ ഇത് അപ്പോൾ എന്തൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, സോ നമ്മളതൊന്ന് കംപ്ലീറ്റ് കൊടുക്കാം. വാട്ട് സർവീസസ് റണ്ണിങ് ഓൺ 8983. സോ അതൊന്നും ചെയ്ത് നോക്കാം. ഈ ഒരു പോർട്ട് മൊത്തമായിട്ട് സ്കാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ കുറേ ടൈം എടുക്കും, കാരണം 60,000 പോർട്ട്സ് കാര്യങ്ങളുണ്ട്. സോ നമുക്ക് നേരെ ആ ഒരു പോർട്ട് സ്കാൻ ചെയ്യാം. ഐ തിങ്ക് ഈ ഒരു 8983 നമ്മുടെ ഇതിൽ റൺ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ അപ്പാച്ചെ സോളർ ആയിരിക്കും. സോ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സോ ഇവിടെ വന്നിട്ട് അൺനോൺ ആണ്. സോ നമുക്ക് വേർഷൻ ഒന്ന് നോക്കാം. സോ ഇത് എന്താണ് സോളാറും പിന്നെ അതുപോലെ തന്നെ അതിൽ എന്താണ് Log4j സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നമ്മളെ ആക്സസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഈ ഒരു അറ്റാക്ക് മെഷീൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അതായത് ഈ ഒരു സോളാറിൽ മാത്രമല്ല, വേറെയും കുറേ അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സോളാറിൽ യൂസ് ചെയ്യുന്ന ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ എ വൾനറബിലിറ്റി ഇൻ ലോഗ് വെബ് ഫൈറ്റിംഗ് ഓൾമോസ്റ്റ് ഓൾ സോഫ്റ്റ്വെയർ അണ്ടർ ദ സൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ അത്രക്കും ഒരു സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. സോറി, കമാൻഡ് ചെറുതായിട്ട് മാറി. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ആ ഒരു ഇത് നോക്കാം നമുക്ക്. പിന്നെ ഡിസ്കവറി കാര്യങ്ങളുണ്ട്, അടുത്ത് അതിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ടാർഗറ്റ് മെഷീൻ റൺ ചെയ്യുന്നത് അപ്പാച്ചെ സോളർ 8.1.0 യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് Log4j വൾനറബിലിറ്റിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഒരു ഇത് യൂസ് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്താണ് ജാവ 1. ഇത് റൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇതിലാണ് റൺ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. നമുക്ക് ഈ ഒരു വെബ് ഇൻ്റർഫേസ് ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. സോ അവിടെ നോക്കിയ സമയത്ത് നമുക്ക് കിട്ടിയ അപ്പാച്ചെ സോളറാണ്. സോ ഇതാണ് ഫസ്റ്റത്തെ ഇതിൻ്റെ ഒരു ആൻസർ. സോ ഇതിൽ നമ്മൾ ആൻസർ കംപ്ലീറ്റ് ചെയ്ത് പോകുക എന്നതല്ല, നമുക്ക് എന്താണ് സംഭവങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്താണ് വൾനറബിലിറ്റി, അതുപോലെ തന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെയാണ്. സോ നമുക്കിവിടെ കാണാൻ കഴിയും സോളാർ അഡ്മിൻ പാനലാണ്. സോ ഇവിടെ ലോഗിങ് എന്ന് കാണാൻ കഴിയും. കണ്ടോ, ഇവിടെ എങ്ങനെ ലോഗിങ്. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ അപ്പാച്ചെ Log4j എന്താണെന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പാച്ചെ Log4j എന്ന് പറഞ്ഞാൽ ഒരു ജാവ ബേസ്ഡ് യൂട്ടിലിറ്റിയാണ്. അതായത് നമ്മുടെ ലോഗ് ചെയ്യാനാണ്. അതായത് നമ്മൾ ഇപ്പോൾ നമ്മുടെ വിൻഡോസ് അല്ല, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലോഗ് ചെയ്യും. സോ അപ്പോൾ അതുണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഡെവലപ്പേഴ്സിനൊക്കെ എന്താണ് ഇപ്പോൾ വെബ്സൈറ്റ് പെട്ടെന്ന് ക്രാഷ് ആവുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ലോഗ്സ് എടുത്ത് നോക്കിയാൽ മതി. ലോഗ്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചെന്ന്. അപ്പോൾ വെബ്സൈറ്റിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ലോഗ് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പാച്ചെ Log4j. സോ ഇവിടെ നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. പിന്നെ സെക്യൂരിറ്റി കോമൺ അങ്ങനെ കുറേ കാര്യങ്ങൾ ഡാഷ്ബോർഡിൽ നോക്കുകയാണെങ്കിൽ സോളാർ സ്പെക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ലോഗിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് വരാം. സോ ടേക്ക് എ ക്ലോസ് ടു ദ ഫസ്റ്റ് പേജ്. പിന്നെ യു ഷുഡ് Log4j വിത്തിൻ ദ ആപ്ലിക്കേഷൻ log. For what is the DSR argument is set to be displayed on the
ഫ്രണ്ട് പേജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ഇവിടെയാണ് ആർഗ്യുമെൻറ്റ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ആർഗ്സ് ഇവിടെ നോക്കിയാൽ മതി. ആർഗ്യുമെൻ്റ് ഒന്ന് നോക്കാം. മൈനസ് ഡി സോളർ ലോഗ് ഡോട്ട് ഡിർ ആണ്, അതായത് ലോഗിൻ്റെ ഇതിലോട്ടാണ്. ഓക്കെ, മൈനസ് ഡി എസ് ആർ ലോഗ് ഡോട്ട് ഡിർ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ അതിൻ്റെ ഡയറക്ടറിയാണ് കാണിച്ചിട്ടുള്ളത്. വാർ സോളാർ ലോഗ്സിലാണ് കാണിച്ചിട്ടുള്ളത്. സോ നമുക്കൊന്ന് ഇവിടെ ഇടാം. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡൗൺലോഡ് ദ അറ്റാച്ചബിൾ ഫയൽ എന്നാണ്. സോ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് ആ ഒരു ഫയൽസ്. നമുക്കൊന്ന് എടുത്ത് നോക്കാം ഏതെങ്കിലും ഒന്ന്. സോ ഇൻഫോ എന്ന് പറഞ്ഞിട്ടൊരു എൻഡ് പോയിൻറ്റിലോട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇത് പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. സോ ഇതാണ് ആ ഒരു ഇത്. സോ അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? അപ്പോൾ ആ ഒരു ഫയൽ നെയിമാണ് ചോദിച്ചിട്ടുള്ളത്. സോളാർ ഡോട്ട് ലോഗ് ആണ് പേര്. സോളാർ ഡോട്ട് ലോഗ്. സോ കറക്റ്റ് ആൻസർ ആണ്. വാട്ട് പാത്ത് ഓർ യു ആർ എൻഡ് പോയിൻറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദിസ് റിപ്പീറ്റഡ് എൻട്രീസ്. സോ ഇതിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പാത്ത് എന്ന് പറയുന്നത് അഡ്മിൻ കോഴ്സാണ്. സോ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. വി ഇൻ ദിസ് ലോഗ് എൻട്രി വാട്ട് ഫീൽഡ് നെയിം ഇൻക്ലൂഡ്സ് ഇൻഡിക്കേറ്റ് സം ഡാറ്റ എൻട്രി പോയിൻറ്റ് ദാറ്റ് യു ആസ് എ യൂസർ കൺട്രോൾ ഡാറ്റ. സോ ഈ ഒരു യു ആർ എൽ നോക്കുന്ന സമയത്ത് യൂസർക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏതാണ് ഇതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇറ്റ്സ് പാരാംസ് ആണ്. സോ നമുക്ക് ആ ഒരു സൈറ്റിൻ്റെ ഇതിൽ കൂടെ പാരാംസ് പോകുമല്ലോ. ജസ്റ്റ് ഒരു ഗെറ്റൊക്കെ ഇട്ടിട്ട് ഈസ് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞ്. സോ അതാണ് ചോദിച്ചത്. സോ അത് പാരാംസ് ആണ്. ഓക്കെ, കറക്റ്റ്. കഴിഞ്ഞ അടുത്തത് പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് എന്നുള്ള ഇതിലോട്ടാണ് വരുന്നത്. സോ നമ്മുടെ ലോഗിൽ നോക്കിയപ്പോൾ നമുക്ക് admin/course എന്നുള്ളൊരു പാത്ത് കിട്ടിയിട്ടുണ്ട്. അതിലോട്ടാണ് കുറേ എൻഡ് പോയിൻറ്റിലോട്ടാണ് കുറേ റിക്വസ്റ്റ് പോയിട്ടുള്ളത്. സോ അവിടെ ആയിരിക്കാം ഈ ഒരു ലോഗ് സെറ്റ് ചെയ്യുന്നത്. സോ അതിലോട്ട് വരുന്നതിന് മുന്നേ നമ്മളെ ഈ ഒരു സൈറ്റ് ജസ്റ്റ് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ /solar എന്നൊരു ഡയറക്ടറി തന്നെയാണ് വരുന്നത്. സോ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ നമുക്ക് നേരത്തെ ലോഗിൽ നോക്കിയപ്പോൾ കണ്ടില്ലായിരുന്ന ആ ഒരു admin/course ആയിരുന്നു. സോ ഈ ഒരു സോളർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു admin/course കൊടുക്കേണ്ടത്. സോ അതിലോട്ട് കൊടുത്ത് നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നതാണ്. ഇത് ന്യൂ ടാബിൽ തുറക്കാം. ബട്ട് നമുക്ക് ഈ ഒരു സ്റ്റാറ്റസ് 0 കാര്യങ്ങളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഇതിലൊരു പാരാംസ് ഒക്കെ പാസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അതിലോട്ടൊക്കെ വരാം. ഓക്കെ, ഇവിടെ കുറച്ച് നമ്മുടെ Log4j വൾനറബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലോഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ചെക്ക് ചെയ്താൽ കിട്ടാവുന്നതാണ്. ആൻഡ് ഇവിടെ ഒരു JND ആൻഡ് LDAP പ്രോട്ടോക്കോളൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു പാലോഡ് കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ അറ്റാക്ക് കൺട്രോൾ ഹോസ്റ്റിൻ്റെ അവിടെ കൊടുത്ത് നമ്മുടെ ഇത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ബബ് സ്യൂട്ടൊക്കെ ആണെങ്കിൽ ബബ് കൊളാബറേറ്ററിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ നമുക്കതിലോട്ട് DNS റിക്വസ്റ്റ് വരുന്നത് കാണാൻ കഴിയും. സോ അങ്ങനെ ചെക്ക് ചെയ്യാൻ കഴിയും വൾനറബിൾ ഉണ്ടോ എന്ന്. സോ അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും എവിടെ കൊടുത്താലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാന്നുള്ള ഡൗട്ട് ഉണ്ടാകും. എവിടെയാണ് ഈ ഒരു പാലോഡ്സ് ഇട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ടാകും. സോ അപ്പോൾ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ലോഗിങ് എനേബിൾഡ് ആയത്, അതായത് Log4j എവിടെയൊക്കെ ലോഗിങ് എനേബിൾഡ് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഈ ഒരു പാലോഡ് ഇൻജെക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആൻഡ് അപ്പോൾ യൂസർ ഇൻപുട്ട് എവിടെയൊക്കെ വരുന്നുണ്ട് അവിടെയൊക്കെ മിക്കതും ലോഗിങ് എനേബിൾഡ് ചെയ്തിട്ടുണ്ടാകും. അവിടെയൊക്കെ Log4j ഉണ്ടാകും. സോ അത് കണ്ടുപിടിക്കണം. നോർമലി ഇപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ചില നമ്മുടെ ഫയർവാളൊക്കെ പാലോഡ് ബ്ലോക്ക് ചെയ്യും. സോ അതിന് കുറേ ബൈപ്പാസ് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. സോ അപ്പോൾ എവിടെയൊക്കെയാണ് നോർമലി ഉണ്ടാവുകയെന്ന് ചോദിച്ചാൽ ഇൻപുട്ട് ബോക്സിൽ, അതായത് നമ്മുടെ കൂടുതലും യൂസർ ഇൻപുട്ട് കിട്ടുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാകും. പിന്നെ ഇവിടെ നമുക്ക് പാരാംസ് ആയിട്ടൊക്കെ വേണമെങ്കിൽ പാസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു യൂസർ ഇൻപുട്ട് ഉണ്ടല്ലോ നേരത്തെ ആ ഒരു ഈ ഒരു admin/ഇതിൽ പാരാംസ് ഉണ്ട്, അവിടെ നമുക്ക് പാസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ യൂസർ ഏജൻറ്റിലൂടെ അല്ലെങ്കിൽ ഫോർവേഡിലൂടെ ഒക്കെ നമുക്ക് ഇൻജെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഏത് കസ്റ്റമൈസബിൾ ഹെഡേഴ്സിലൂടെ ഇൻജെക്റ്റ് ചെയ്യാം. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്നല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ട്രൈഹാക്മിയിൽ അഡ്വെൻറ്റ് ഓഫ് സൈബറിൽ ഒരു ടാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, LFI to RCE. നമ്മൾ ലോഗ് പോയിസൺ ചെയ്തിട്ട് നമ്മൾ യൂസർ ഏജൻറ്റിലൂടെയും നമ്മൾ കേളൊക്കെ യൂസ് ചെയ്തിട്ട് റിക്വസ്റ്റ് വിട്ട് അതും ഒരു ലോഗായിരുന്നു. ആ ഒരു ലോഗിലൂടെ നമ്മൾ RCE ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് പോലെ തന്നെയാണ് ഇതിലും സംഭവങ്ങളുള്ളത്. അതുപോലെ തന്നെയാണ്.
സോ നമുക്ക് ഇതിലോട്ട് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ JND യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മുടെ വേറൊരു അറ്റാക്കറിൻ്റെ ഇതിലോട്ട് പോകുന്നത്. സോ എന്താണ് നമുക്ക് LDAP എന്ന പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് എന്തിനാണ് യൂസ് ചെയ്തത് വെച്ചാൽ ഇത് യൂസ് ചെയ്താലാണ് വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു സർവീസ് പ്രൊവൈഡർ വേണം JND യൂസ് ചെയ്യാൻ. സോ ഈ ഒരു LDAP അല്ലെങ്കിൽ RMA DNS ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അത് യൂസ് ചെയ്തിട്ടാണ് വേറെ സെർവറിൽ പോയിട്ട് ആ ഒരു സംഭവം റിക്വസ്റ്റ് എടുത്തിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു JND ലുക്കപ്പ് എന്താണെന്ന് ഡൗട്ടുള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ലോഗിലൊക്കെ നോക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു സെറ്റ് ഓഫ് ഇപ്പോൾ നമ്മൾ ഫിൽട്ടർ ചെയ്യുമല്ലോ, അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ട് ഈ ഒരു സാധനം മാത്രം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു JND ലുക്കപ്പ്. സോ നമുക്ക് ഈ ഒരു ഇതിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ പാസ് ചെയ്ത് നോക്കാം. ഈ ഒരു URL ഒരു പാരാമീറ്റർ കൊടുത്തിട്ട് പാസ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് എന്താണ്, ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെയല്ല ചെയ്യുന്നത്. ഇതിലിപ്പോൾ ജസ്റ്റ് ഒരു നെറ്റ് കാറ്റ് ലിസണർ ചെയ്തിട്ട് അതിലോട്ട് കേൾ യൂസ് ചെയ്ത് ചെയ്യുകയാണ്. ഇത് സിമ്പിളാണ്, ഇങ്ങനെയും ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെയും ചെയ്യാം. ഞാനിങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് നമ്മുടെ വെബ്സ്യൂട്ട് ഉണ്ട്, വെബ്സ്യൂട്ട് ജസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ കൊളാബറേറ്ററിൽ ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ വെബ്സ്യൂട്ട് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കൊളാബറേറ്റർ യൂസ് ചെയ്യുകയാണ്. സോ ഈ കൊളാബറേറ്റർ നമ്മുടെ പ്രോയിൽ മാത്രമേ കിട്ടുള്ളൂ. പ്രോ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സോ ഇവിടെ കേൾ യൂസ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. സോ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. സോ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഗെറ്റിലൂടെയാണ് കൊടുക്കുന്നത്, പാരാമീറ്റർ കൊടുക്കുകയാണ്. സോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഫൂ എന്ന് കൊടുക്കാം. ഫൂ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മളിപ്പോൾ SQL ഇഞ്ചക്ഷനിലൊക്കെ നമ്മൾ പഠിച്ച സമയത്ത് നെള്ളൊക്കെ കൊടുക്കുമല്ലോ, എന്താണ് ഏത് വേരിയബിളാണ് നോക്കുന്നത് എന്ന്, അതിന് വേണ്ടിയിട്ട് നെള്ളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫൂ ആണ് യൂസ് ചെയ്യുന്നത്. ഫൂ ജസ്റ്റ് നള്ളിൻ്റെ പോലെ തന്നെയാണ് ഇത് യൂസ് ചെയ്താൽ. ഇപ്പോൾ നമുക്ക് ഇവിടെ പാരാമീറ്റർ ഏതാണെന്ന് അറിയില്ല, ജസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള ഏതാണെന്ന് അറിയില്ല. സോ ഇത് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഏതാണ് ഇതിലോട്ട് കറസ്പോണ്ടിങ് ആയിട്ടാവുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ടാണ്. സോ ഞാനിവിടെ ഫൂ എന്ന് കൊടുത്തിട്ട് ഈക്വൽ ടു ഇട്ടിട്ട് നമ്മുടെ മറ്റേ JND യൂസ് ചെയ്തിട്ട് LDAP യൂസ് ചെയ്യുന്ന പേലോഡ് യൂസ് ചെയ്യാം. സോ ഇവിടെ ഓക്കെ, ഇതാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. സോ ചിലപ്പോൾ ഇതിട്ട് കൊടുത്താൽ ചില സൈറ്റ് ചില ഫയർവാൾ ബ്ലോക്ക് ചെയ്യും, ആ ഒരു പേലോഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിന് ബൈപ്പാസ് ചെയ്യാൻ കുറേ ആർട്ടിക്കിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കാവുന്നതാണ്. ജസ്റ്റ് ഞാനവിടെ കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. സോറി, കൊളാബറേറ്റർ എടുക്കുക, കോപ്പി ചെയ്യുക, സംഭവം ഇവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിക്കാം. ഓക്കെ, നമ്മുടെ കൊളാബറേറ്റർ എടുത്തിട്ട് പോളിനെ ഒന്ന് കൊടുക്കാം. ഇതിലോട്ട് വന്നിട്ടുണ്ടോ നോക്കാം. ഓക്കെ, സെറ്റ്. നമുക്കിതിലോട്ടൊരു DNS റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ്, log4j വൾനറബിലിറ്റിക്ക് എക്സ്പ്ലോയിറ്റബിൾ ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലായി. സോ നമുക്ക് ഇതിലോട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇതിപ്പോൾ ജസ്റ്റ് നമുക്ക് അതിൽ നിന്ന് ഇതിലോട്ട് കണക്ഷൻ വരുത്തിയാണ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് പേലോഡ്സ് കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കണം. സോ അതാണ് ചെയ്യാൻ പോകുന്നത് അടുത്തത്. സോ നമുക്ക് അടുത്തൊരു ഇതിലോട്ട് പോകാം. ഇനി അടുത്ത ഇതിലാണ് എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ളത്. സോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്ട്, അതായത് നമുക്ക് ഇത് യൂസ് ചെയ്യണമെങ്കിൽ ജാവ വെർഷൻ 8 കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. സോ നമുക്ക് അതിലോട്ട് പോകാം. സോ ഞാൻ ഇന്ത്യയിൽ ജാവ 8 കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. സോ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. ആൻഡ് ഇവിടെ ഒരു ഗിറ്റബ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോറി, ഇത് യൂട്യൂബാണ്. അപ്പോൾ ഇവിടെ ഒരു ഗിറ്റബ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാർഷൽസെക്കിൻ്റെ ആണ്, അവരുടെ ഒരു എക്സ്പ്ലോയിറ്റ് ആണ്. നമ്മളെ ഈ ഒരു log4j എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് ഗിറ്റ് ക്ലോൺ ചെയ്യണം നമുക്ക്. സോ അതിൻ്റെ മുന്നേ നമുക്ക് ജാവ സെറ്റ് ചെയ്യണം. സോ ഇവിടെ ജാവ കണ്ടോ, ജാവ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. സോ ഇവിടുന്ന് മുതലാണ് ട്രൈഹാക്മി അറ്റാക്ക് ബോക്സ് ആണെങ്കിൽ ജാവ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് അതിൽ ട്രൈഹാക്മി അറ്റാക്ക് മെഷീനിൽ ഇൻ്റർനെറ്റ് ഇല്ലാത്തത് കൊണ്ട് ഈ മാർഷൽസെക്കിൻ്റെ ഇത് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഈ സീൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിൽ ചെയ്യാത്തത്. സോ എല്ലാവരും ജാവ വെർഷൻ 8 ഇൻസ്റ്റാൾ ചെയ്യുക. സോ നമുക്ക് സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഈ ഒരു ലിങ്കിലോട്ട് പോകാം. കണ്ടോ, ഇവിടെ ഉണ്ട് ജാവ 8 ആണ് നമുക്ക് വേണ്ടത്. ഇത് കയറ്റാം, കൊടുത്താൽ ഇത് ഡൗൺലോഡ് ആവുന്നതാണ്. സേവ് ഫയൽ എന്ന് കൊടുക്കാം. സോ ഗൈസ്, നമ്മുടെ JDK ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. ജസ്റ്റ് ടെർമിനൽ എടുക്കുക, ഡൗൺലോഡ്സ് എടുക്കുക. ഡൗൺലോഡ്സിലായിരിക്കും എല്ലായിടത്തും ഡൗൺലോഡ് ആയി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നമ്മുടെ JDK ഇവിടെ ഉണ്ട്. സോ ആ ഒരു ഫയൽ നെയിം ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് സെറ്റാക്കി വെച്ചോളൂ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫോൾഡർ ഉണ്ടാക്കാനാണ് പറയുന്നത്, JVM-ൻ്റെ. സോ അതിൻ്റെ ആവശ്യമില്ല, ഓക്കെ, ആൾറെഡി ഉണ്ടാകും. സോ നമുക്ക് ആ ഒരു ഇതിലോട്ട് ഡയറക്ടറി ചേഞ്ച് ചെയ്യാം. CD ഹോം യൂസർ JVM-ലോട്ട് പോകാം. ഓക്കെ, സോറി, ലിബിലാണ്. സോ
സോ ലൈബ്രറീസൊക്കെ അതിലാണ് ഉണ്ടാകൽ. സോ നമ്മൾ ലിനക്സ് ഫണ്ടമെൻ്റൽസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിലോട്ടാണ് പോകുന്നത്. സോറി, ഹോമല്ല, യൂസറാണ്. സോ ഇനി അടുത്തൊരു കമാൻഡ് കോപ്പി ചെയ്യാം. സുഡോ ഈ ഒരു കമാൻഡാണ്. സോ നമുക്ക് ഇത്രയും കോപ്പി ചെയ്താൽ മതി. എന്നിട്ട് നമ്മുടെ ഫയൽ നെയിമാണ് കൊടുക്കേണ്ടത്. ഇത് എന്തുവാ? ഓക്കെ, ഇനി നമ്മുടെ ആ ഒരു ഫയൽ നെയിം ഇവിടെ കോപ്പി ചെയ്യാം. ഓക്കെ, ഇതാണ് റൂട്ടിൽ ഡൗൺലോഡ്സിൽ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മാറ്റാം. ഹോം കലി ഡൗൺലോഡ്സ് കറക്റ്റ് പാത്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ കൊടുത്തിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യണം. സോ ജസ്റ്റ് ഈ കമാൻഡ് അങ്ങ് ഇട്ടാൽ മതി, സിമ്പിളാണ്. ഓക്കെ, ഓരോ കമാൻഡും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് കോപ്പി ചെയ്യാം. അഡ്രസ് പോയി, ഇതെപ്പോഴും സംഭവിക്കുന്നൊരു സംഭവമാണ്. കോപ്പി ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ. ഓക്കെ, ഇനി അടുത്തൊരു കമാൻഡും കൂടി കോപ്പി ചെയ്യാം. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. എനിക്ക് ഈ ഒരു കമാൻഡ്സും കൂടി ഇങ്ങനെ കോപ്പി ചെയ്താൽ മതി. ഓക്കെ, ഇനി ജാവ മൈനസ് വെർഷൻ അടിച്ച് നോക്കാം. പ്രോഗ്രാം വിൽ എക്സിറ്റ് നോട്ട് ക്രിയേറ്റ് ദ ജാവ വിർച്വൽ മെഷീൻ. ജാവ മൈനസ് വെർഷനാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ അടിച്ച കമാൻഡിന് തെറ്റായിരുന്നു, ജാവ മൈനസ് വെർഷൻ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ജാവ വെർഷൻ 1.8.0. ഓക്കെ, സെറ്റ്. സോ അടുത്ത എന്താ നമുക്ക് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മളിത് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അറ്റാക്ക് മെഷീന്, അതായത് അവരുടെ അറ്റാക്ക് മെഷീൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഡയറക്ടറിയിലോട്ട് പോയാൽ മതി. അല്ലെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ആ ഒരു പാക്കേജ് എന്താണ്, ആ ഒരു ഗിറ്റബിൻ്റെ റിപ്പ് ഉണ്ടായിരുന്നല്ലോ. സോ ഇതൊന്ന് ഗിറ്റ് ക്ലോൺ ചെയ്യണം. സോ ഞാനിന്ന് കോഡ് കോപ്പി ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ ഒന്ന് ഗിറ്റ് ക്ലോൺ ചെയ്യാം. ഗിറ്റ് ക്ലോൺ കൊടുത്തിട്ടുണ്ട്. സോ അത് റെഡി ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് അതിലോട്ട് പോകാം. സോ അതിലെത്തിയിട്ടുണ്ട്. സോ ജസ്റ്റ് ഇനി ഇതിൽ കാണിച്ച അതേ ഒരു കമാൻഡ് കോപ്പി ചെയ്താൽ മതി. അതായത് നമുക്ക് ആ ഒരു സംഭവം മേക്ക് ചെയ്യണം. സോ അതിന് ഈ ഒരു കമാൻഡ് സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യാം. ഐ തിങ്ക് ഇത് ആൾറെഡി ഉണ്ട് തോന്നുന്നു കലി ലിനക്സിൽ. ഇല്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് കയറ്റാം. സോ അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഗൈസ്, നമ്മുടെ മാവൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു മാവൻ ക്ലീൻ പാക്കേജ് എന്നുള്ളൊരു കമാൻഡ് ഇവിടെ യൂസ് ചെയ്യണം. ഓക്കെ, ഇവിടെ എൻ്റർ കൊടുത്തിട്ടുണ്ട്. സോ അത് ബിൽഡിംഗ് ആണ്. സോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, അത് ബിൽഡ് ആയിട്ടുണ്ട്. ബിൽഡ് സക്സസ് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. സോ നമുക്ക് ആ ഒരു ട്രൈ ഹാക്ക് മീ ഇതിലോട്ട് എടുക്കാം. സോ ഇവിടെ കംപ്ലീറ്റഡ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ഇതിലോട്ട് പോകാം. സോ നമുക്ക് ആ ഒരു എന്താണ് നമ്മുടെ ടൂൾ ബിൽഡ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഈ ഒരു കമാൻഡ് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് അവിടെ ഈ ഒരു അറ്റാക്ക് IP-ൻ്റെ അവിടെ നമ്മുടെ IP കൊടുക്കുക. സോ ഇവിടെ ജസ്റ്റ് കോപ്പി ചെയ്യാം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലാസ് നെയിമാണ് കൊടുക്കേണ്ടത്. സോ ഇത് നമ്മളെ ഈ ഒരു ഡയറക്ടറിയിൽ നമ്മൾക്ക് എക്സ്പ്ലോയിറ്റ് എന്നൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം. സോ നമുക്കത് ചെയ്യാം ജാവയുടെ. സോ നമുക്കിവിടെ നമ്മുടെ IP കൊടുക്കണം. സോ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ട് IUF config എന്ന് കൊടുക്കുന്നുണ്ട്. സോ ഗൈസ്, നമ്മുടെ IP ഇവിടെ കാണാൻ കഴിയും. ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് നമ്മുടെ അറ്റാക്ക് IP-ൻ്റെ അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എൻ്റർ അടിക്കാം. സോ അതിൻ്റെ മുന്നേ നമുക്ക് ഇവിടെ ഒന്ന് എടുക്കാം. അവിടെ ജസ്റ്റ് IP ഓക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ റണ്ണിങ് ദിസ് കമാൻഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് എൻ്റർ അടിക്കാം. ഓക്കെ, ലിസണിങ് ഓൺ, ഇതാണ് നമുക്ക് കൊടുത്തപ്പോൾ കിട്ടിയ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് എടുത്തെടുക്കാം. ഗൈസ്, ഇറ്റ്സ് കറക്റ്റ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ LDAP സെർവർ ഇപ്പോൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ LDAP കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്കൊരു പുതിയൊരു ടെർമിനൽ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വിൻഡോ ടു പ്രിപ്പയർ അവർ ഫൈനൽ പാലോഡ് ആൻഡ് സെക്കൻഡറി HTTP സെർവർ റൺ ചെയ്തിട്ട് നമുക്ക് അവിടെ exploit.java എന്നുള്ളൊരു ഫയൽ ഉണ്ടാക്കാം. സോ ഇവിടെ exploit.java എന്ന് തന്നെ കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ എക്സ്പ്ലോയിറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കണം. സോ ഈ ഒരു കമാൻഡ് ജസ്റ്റ് കോപ്പി ചെയ്താൽ മതി. എന്നിട്ട് അവിടെ നമ്മൾ IP അഡ്രസ്സ് കൊടുക്കുക. ഓക്കെ,
അതുകൊണ്ട് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെർമിനലിൽ നിന്ന് എടുക്കാം. സോ ഞാനൊരു ന്യൂ വിൻഡോ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ന്യൂ ടാബ് എടുക്കാം. ഓക്കെ, നാനോ എക്സ്പ്ലോയിറ്റ് ഡോട്ട് ജാവ എന്നുള്ളൊരു ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ നമ്മുടെ IP അഡ്രസ്സ് കൊടുക്കാം. ഓക്കെ, നമ്മൾ IP അഡ്രസ്സ് ഒന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇനി ഒന്ന് Ctrl+X ആക്കി വൈയാക്കി സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. സോ അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി LDAP സെർവർ എന്താണെന്ന് കാര്യങ്ങളൊക്കെ. സോ ആ ഒരു സംഭവം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു അഡ്രസ്സിലോട്ട് ഡാറ്റ എടുക്കാൻ പോകും. സോ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ exploit.java എന്നുള്ളൊരു സ്ക്രിപ്റ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സ്ക്രിപ്റ്റ് എന്താണെന്ന് പറയുമ്പോൾ ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാകും. കണ്ടോ, നമ്മൾ കൊടുക്കുന്ന നമുക്ക് നേരെ ബിൻ ബാഷ് എക്സിക്യൂട്ട് ആവാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ ഒരു ഷെല്ല് കിട്ടും. ഇത് ഷെല്ല് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. സോ ഇവിടെ നമ്മൾ അറ്റാക്ക് IP അഡ്രസ്സ് കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ പോർട്ട് നമ്പർ നിങ്ങൾക്ക് അനുസരിച്ച് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് 999 ആണ്. സോ അത് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാൻ നോ പ്രോബ്ലം. നമുക്ക് ഇനി ഇതൊന്ന് കമ്പൈൽ ചെയ്യണം. സോ നമുക്ക് ഇവിടെ ഈ ഒരു കമാൻഡ് ജസ്റ്റ് കോപ്പി ചെയ്താൽ മതി. exploit java ഇത്ര മതി. java c വെച്ചിട്ട് java compile exploit.java മതി. മറ്റേ കമാൻഡ് വേണ്ട, അത് അറ്റാക്ക് മെഷീൻ യൂസ് ചെയ്യുന്നവർക്ക് മാത്രം മതി. സോ ആ ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കമ്പൈൽ ചെയ്തിട്ടുണ്ട്. സോ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് കംപ്ലീറ്റ് ഇട്ടൊന്ന് കൊടുക്കാം. സോ ഇതൊരു പേരോട് കമ്പൈൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു Python 3 HTTP സെർവർ തുടങ്ങാം. ഓക്കെ, Python 3 -3 http.server കൊടുത്തിട്ടുണ്ട്. എൻ്റർ അടിക്കാം. സോ നമ്മുടെ Python 3 സെർവർ ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സെർവർ റൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സെർവർ റൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു exploit.java എന്നുള്ളൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയില്ല. ആ ഒരു സ്ക്രിപ്റ്റ് ഉള്ള സ്ഥലത്ത് തന്നെ റൺ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ LDAP സെർവറിൽ നിന്ന് എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ഇതിലോട്ട് റിക്വസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു exploit.java ആണ് എടുക്കാനാണ് പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ആ ഒരു സെർവർ ഈ ഒരു ഫയൽ പുറത്തോട്ട് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോൾഡറിൽ നമ്മളൊരു സെർവർ റൺ ചെയ്തത്. സോ ആ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതുന്നു. സോ നമ്മൾ റൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു നമ്മൾ നെറ്റ്കാറ്റ് ലിസണർ വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു ലിസൺ ചെയ്യാം 99 പോർട്ടിൽ. കാരണം നമ്മളിവിടെ 99 പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ഒരു വിൻഡോ കൂടി തുറന്നിട്ട് നമുക്ക് ഇവിടെ 99 പോർട്ടിൽ നമ്മൾ ലിസൺ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. സോ അത് കൊടുത്ത് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഷെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ നോട്ട് ദ ചേഞ്ചസ് ഇൻ പോർട്ട് നമ്പർ എന്ന് പറഞ്ഞു. ഫൈനലി ഓൾ ദിസ് ലെഫ്റ്റ് ഡു ഇസ് ട്രിഗർ ദ എക്സ്പ്ലോയിറ്റ്. സോ നമുക്ക് ജസ്റ്റ് ട്രിഗർ ചെയ്താൽ മതി. അതായത് വെബ്സൈറ്റിൽ നമുക്ക് ആ ഒരു ഇതിലോട്ട് കാൾ പോയിപ്പിച്ചാൽ മതി, അത്രയും മതി. സോ നമുക്ക് വേണമെങ്കിൽ കേളി യൂസ് ചെയ്യാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ വെബ് കൊളാബറേറ്ററിലോട്ട് ഇത് വരിപ്പിച്ച് ജസ്റ്റ് ഇവിടെ ഗെറ്റിലൂടെ കൊടുത്തതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് അതുപോലെ തന്നെ കൊടുക്കാവുന്നതുള്ളൂ. സോ ഇവിടെ നമ്മൾ അറ്റാക്കർ IP അഡ്രസ്സും പിന്നെ പോർട്ട് നമ്പർ മാറ്റിയാൽ മതി. സോ ഇവിടുത്തെ ഒരു പോർട്ട് നമ്പറിൻ്റെ ചേഞ്ച് നിങ്ങൾ നോക്കണം എന്നാണ് പറയുന്നത്. നൗ റെഫറിങ് ടു അവർ LDAP സെർവറിലോട്ട് റെഫർ ചെയ്യുന്നതിനാണ്. ആൻഡ് ദ റിസോഴ്സ് വി റിട്രീവ്. ഓക്കെ, സോ നമുക്ക് അതൊന്ന് മാറ്റി നോക്കാം. സോ നമ്മുടെ വെബ് കൊളാബറേറ്ററിൻ്റെ അവിടെ നമ്മുടെ IP അഡ്രസ്സ് കൊടുക്കാം. ഓക്കെ, ഇവിടെ IP അഡ്രസ്സ് കൊടുക്കാം. കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്തിട്ടുണ്ട്. യൂസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ സെറ്റാണ്. ഇനി നമുക്ക് ഒരു എൻ്റർ അടിക്കാം. ഓക്കെ, എൻ്റർ അടിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ടെർമിനലിലോട്ട് എടുത്ത് നോക്കാം. നെറ്റ്കാറ്റ് ലിസണറിൽ എടുത്ത് നോക്കാം. യെസ് ഗൈസ്, കോഡ് ഷെല്ല് കിട്ടിയിട്ടുണ്ട്. കണക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. സോ LS അടിച്ചപ്പോൾ കണ്ടോ ഇതിലോട്ട് എത്തുന്നുണ്ട്. സോളറാണ്. സോ നമുക്ക് ഷെല്ല് കിട്ടി. സോ ഇനി ബാക്കി ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ നമുക്ക് ഷെല്ല് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, യു ഹാവ് നൗ റിസീവ്ഡ് ഇനീഷ്യൽ ആക്സസ് ആൻഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ ആൻഡ് വാനില ഫ്രഷ്ലി ഇൻസ്റ്റാൾഡ് അപ്പാച്ചെ സോളർ ഇൻസ്റ്റൻസ്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇതുപോലെ തന്നെ ഈ ഒരു ട്രൈ ഹാക്ക് മീ റൂം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഇതുപോലെ തന്നെ പല വൾണറബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ കാര്യങ്ങളുണ്ട് Log4j വൾണറബിലിറ്റി എഫക്റ്റ് ആയിട്ടുള്ളത്. സോ ഗൈസ്, അപ്പോൾ ഇതുപോലെ ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. സോ ഒരു പ്രിവിലേജ് എസ്കലേഷൻ, എക്സ്ഫിൽട്രേഷൻ, ഇനി നമുക്ക് വേറെ എന്തെങ്കിലും
എന്താണ് ഇതിൽ പെർസിസ്റ്റൻസ് സെറ്റ് ചെയ്യാൻ കഴിയും. കാരണം നമുക്ക് എപ്പോഴും ആക്സസ് കിട്ടാൻ വേണ്ടി പെർസിസ്റ്റൻസ് സെറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ കുറേ കാര്യങ്ങൾ ഇതിലോട്ട് കയറ്റാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ റിമോട്ട് ആക്സസ് ട്രോജൻസ് കയറ്റാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ എന്താണ് പൊട്ടൻഷ്യലി ഡ്രോപ്പിംഗ് ക്രിപ്റ്റോ കറൻസി മൈനേഴ്സൊക്കെ ഇടാവുന്നതാണ്. കാരണം വേറൊരു സെർവറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് ക്രിപ്റ്റോ കറൻസി മൈനേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് മൈൻ ചെയ്യാൻ കഴിയും. സോ അങ്ങനെ കുറേ എന്താണ് ഇങ്ങനത്തെ ഒരു വൾനറബിലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് RC ആണ് കിട്ടുന്നത്. സോ നമുക്ക് എന്തൊക്കെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വേസ്റ്റാണ്. സോ അത്രക്കും സെറ്റാണ്. പിന്നെ എന്താണ് നമുക്ക് വേണമെങ്കിൽ റാൻസം വെയർ വരെയും പുട്ട് ചെയ്യാൻ കഴിയും. സോ ആൽ ടു ഗോ ആസ് എ സിംഗിൾ സ്ട്രിങ് ഓഫ് ടെസ്റ്റ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ്ലി കണ്ടുപിടിച്ചത് മൈൻക്രാഫ്റ്റിലാണ്. മൈൻക്രാഫ്റ്റിലെ ഒരു കമൻറ്റ് ബോക്സ് എന്താ ചാറ്റ് ഉണ്ടാവുമല്ലോ, ചാറ്റിൽ ജസ്റ്റ് ഒരു എന്താണ് ഒരു ബാലോഡ് ഇട്ടപ്പോൾ അവിടെ എന്താണ് നേരെ എന്താണ് റിമോട്ട് ഗേറ്റ് എക്സിക്യൂഷൻ റണ്ണായി. സോ അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സിൻടാക്സ് ഒരു സിംഗിൾ സ്ട്രിങ് ഓഫ് ടെസ്റ്റ് ഇട്ടപ്പോഴാണ് കിട്ടുന്നത് ഇത്. ബട്ട് ഈ ഒരു എക്സ്പ്ലോയിറ്റ് കണ്ടെത്തുക എന്നുള്ളതും അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതും വളരെയധികം ഡിഫിക്കൽട്ടിയാണ്. ഓക്കെ, കുറച്ച് റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്, കുറച്ച് ഭ്രാന്ത് പിടിക്കും. സോ നമുക്ക് എന്താണ് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഇൻസിഡൻറ്റ് കണ്ടാൽ റിപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഇപ്പോൾ കുറേ ദിവസമായി, ഇപ്പോൾ വീഡിയോ ആക്ച്വലി 18 എടുത്തതാണ്, ഇപ്പോൾ കുറച്ച് ദിവസമായി. സോ ട്രബിൾ ഷൂട്ടിംഗ് ഇൻഫർമേഷൻ ഇഫ് യു ഓക്കെ ഇത് ഇറർ എന്തെങ്കിലും വരികയാണെങ്കിൽ ഉള്ളതാണ്. ആഫ്റ്റർ റിസീവ് അതർ കമാൻഡ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റിവേഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ exploit.java സ്ക്രിപ്റ്റ് മാറ്റിയിട്ട് നിങ്ങൾക്ക് കുറേ ഇതിൽ കിട്ടുന്നതാണ്. വേറെ ടൈപ്പ് പാലോഡ്സ് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് മീറ്റർ ഷെല്ല് കിട്ടണമെങ്കിൽ അതും സെറ്റ് ചെയ്യാവുന്നതാണ്. സോ പിന്നെ അടുത്ത ഇതിലോട്ട് വരുന്നതാണ് പെർസിസ്റ്റൻസ് ആണ് വരുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ആ ഒരു എന്താണ് കണക്ഷൻ കിട്ടുക അല്ലെങ്കിൽ വൾനറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. ഇത് ഇറ്റ്സ് സിമിലർ ടു എന്താണ് LFI to RCയിൽ എന്താണ് നമ്മൾ ലോഗ് പോയിസണിങ് ഒക്കെ അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ളൊരു ബഗ്ഗാണ്. ഐ മീൻ ഈ ഒരു റൂമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ മൊത്തമായിട്ടല്ല. സോ ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു റൂം കളിച്ച് നോക്കാവുന്നതാണ്. സോ നമുക്ക് എന്താണ് വേറൊരു യുവർ അക്കൗണ്ട് സോളറാണ് നമുക്ക് ഇവിടെ കൊടുത്തപ്പോൾ കിട്ടിയത്. നമ്മളിവിടെ VME അടിച്ചപ്പോൾ നമുക്ക് സോളർ എന്നാണ് കിട്ടിയത്, കണ്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ റിവേഷനിൽ കിട്ടിയ ഈ ഒരു ടെർമിനൽ എന്ന് പറഞ്ഞാൽ അത്ര സുഖമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ടാബ് കംപ്ലീഷൻ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ മുന്നേ റീസെൻറ്റ് എന്താണ് കമാൻഡ്സ് ഒന്നും നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ആരോ യൂസ് ചെയ്തിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ടാബ് കംപ്ലീഷൻ കാര്യങ്ങളൊന്നുമില്ല. സോ നമുക്ക് നമ്മുടെ ടെർമിനൽ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യണം. സോ അതിന് വേണ്ടി ജസ്റ്റ് ഈ ഒരു നമ്മുടെ പൈതൺ യൂസ് ചെയ്തിട്ട് എന്താണ് നമ്മളൊരു ബിൻ ബാഷ് ഇവിടെ എക്സിക്യൂട്ട് ആണ് ചെയ്യുന്നത്. സോ നമ്മുടെ ബിൻ ബാഷ് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലോട്ടാക്കാൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി ഈ ഒരു റോ എക്കോ എന്നുള്ളൊരു കമാൻഡ് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക ഇവിടെ. ഓക്കെ, അതോടൊപ്പം തന്നെ ഒരു ടെർമിനേറ്റർ ഇട്ടിട്ട് FG കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ കൺട്രോൾ സെറ്റ് നെക്കി ബാക്ക്ഗ്രൗണ്ട് ആക്കിയ ഒരു ഇത് പ്രോസസ്സുണ്ട്, അത് ഒന്നും കൂടി ഫോർഗ്രൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ചെയ്ത് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ അടിക്കാം. സോ അൺനോൺ ടെർമിനൽ ടൈപ്പ് അൺനോൺ എന്നൊക്കെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഇനി എന്താണെന്ന് വെച്ചാൽ സോ ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് എക്സ്റ്റേം എന്നടിച്ച് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എക്സ്പോർട്ട് ചെയ്യണം ആ ഒരു എക്സ്റ്റേം. സോ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. സോ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ LS അടിച്ച് നോക്കാം. സോ കണ്ടോ, ഇവിടെ മുന്നേ കമാൻഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്നുണ്ട്. CD എന്ന് അടിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ടാബ് കംപ്ലീഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സെറ്റായാലും ഇപ്പോൾ നമ്മുടെ ടെർമിനൽ സ്റ്റെബിലൈസ് ആയിട്ടുണ്ട്. സോ ഓക്കെ, സെറ്റ്. സോ ഇനി നമുക്ക് അടുത്ത രീതിയിലോട്ട് പോകാം. sudo -i നിൽക്കാനാണ് പറയുന്നത്. നമ്മുടെ പെർമിഷന് sudo -i യാ ഗൈസ്. സോ ഇവിടെ എന്താണ് നമുക്ക് റൂട്ടിലോട്ടടക്കം ഇതാവുന്നുണ്ട്. നമുക്കൊരു പാസ്വേഡ് ഇല്ലാതെ സുഖമായിട്ട് പോകാൻ കഴിയുന്നുണ്ട്. സോ നമുക്ക് sudo പ്രിവിലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റ്. ഇപ്പോൾ ഇനി നമുക്ക് sudo bash if you like to grant user persistent and access to a machine via SSH momently become root and change the password solar user none of your using this way. Okay, you can SSH in it. സോ നമുക്ക് എന്താണ് നമുക്ക് SSH വഴിയൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ഇപ്പോൾ റൂട്ട് ആക്സസ് ഉണ്ട്. സോ നമുക്ക് SSH വഴി സിമ്പിളായിട്ട് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പാസ്വേഡ് കാര്യങ്ങൾ മാറ്റാമെന്നാണ് പറയുന്നത്. സോ sudo bash എന്നടിക്കാം. സോ പാസ്വേഡ് സോളറിൻ്റെ പാസ്വേഡ് മാറ്റാം. എൻ്റെ ന്യൂ യുണിക്സ് പാസ്വേഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ജസ്റ്റ് ആസ്ട്ര എന്നാണ് കൊടുത്തിട്ടുള്ളത് പാസ്വേഡ്, ആസ്ട്ര. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പാസ്വേഡ് മാറ്റിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്താണ് SSH വഴി സിമ്പിളായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്.
സോളർ എന്ന യൂസറിനെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഓക്കെ ഇവിടെ തന്നെ ന്യൂ ടെർമിനൽ എടുത്തിട്ട് ഇത് കൊടുക്കാം. എൻ്റർ എടുത്തിട്ടുണ്ട്. ഓക്കെ ആസ്ട്ര കമോൺ യാ യെസ് ഗായ്സ്. അപ്പോൾ SSH വഴി നമുക്ക് കണക്ട് ചെയ്ത് സോ നമ്മൾ എന്താണ് നമുക്കൊരു കംപ്ലീറ്റ് ആക്സസ് അതുപോലെ തന്നെ പെർസിസ്റ്റൻസും കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിൽ. സോ ഇനി ഡിറ്റക്ഷൻ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ എന്താണ് അൺഫോർച്ചുനേറ്റ്ലി ഫൈൻഡിങ് അപ്ലിക്കേഷൻ ടു എന്താണ് ലോക്ക് ഫോർ ഷെല്ല് എന്ന ഈ ഒരു വൾണറബിലിറ്റി ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡാണെന്നാണ് പറയുന്നത്. ഓക്കെ എന്നിരുന്നാലും പോലും എന്താണ് ഈ ഒരു ഇത് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്ലോയിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് കുറേ ബൈപ്പാസിങ് മെത്തേഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറേ എന്താണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന സ്നിപ്പറ്റ് കാര്യങ്ങളൊക്കെ ഗിറ്റബിലുണ്ട്. ഓക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും. ഇവിടെ മാസീവ് റിസോഴ്സ് ഉണ്ട്. ടു എക്സ്പ്ലോർ അവർ ഓവൺ ലോക്സ് യൂസ് യുവർ SSH കണക്റ്റിവിറ്റി ടു റിവേഴ്സ് ടു മൂവ് ഇൻ ടു ദ ഡയറക്ടറി വെർ ദ സോളർ ലോക്സ് ആർ സ്റ്റേഡ്. യു ആൾറെഡി നോ ദ പാത്ത് ഈസ് യു കേവ് ഇറ്റ് ഇൻ ആക്സ്. സോ നമുക്ക് ഇതിലോട്ട് ലോഗിലോട്ട് പോകാവുന്നതാണ് എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ ഉള്ളത് നമുക്ക് മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നമ്മൾ ജസ്റ്റ് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. ഓക്കെ എന്താണ് നമ്മൾ ടാസ്ക് 3 ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഇൻറ്റ് യൂസ് ചെയ്യുക കേട്ടോ. CD വാർ സോളർ ലോഗ്സിലുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ആ ഒരു കമാൻഡ് കോപ്പി ചെയ്തിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ആ ഒരു ഇതിലോട്ട് പോകാൻ കഴിയും. സോ നമ്മുടെ ടെർമിനൽ എടുക്കാം കണ്ടോ. നമ്മുടെ ലോഗ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. സോ റിവ്യൂ ദ ലോഗ് ഫയൽ ദാറ്റ് യു നോ ഈസ് അഫക്റ്റഡ് ബൈ ദ Log4j വൾണറബിലിറ്റി. ഓക്കെ അപ്പോൾ Log4j വൾണറബിലിറ്റി ഇതായിട്ടുള്ള അഫക്റ്റ് ആയിട്ടുള്ളത് എടുത്തു നോക്കാനാണ് പറയുന്നത്. അപ്പോൾ അതേതാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഫസ്റ്റത്തെ ടാസ്കിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ എന്താണ് അറിയില്ല. സോ solar.log നമ്മൾ നേരത്തെ ലോഗൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഈ ലോഗ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതാണ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാറ്റ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ. നമ്മൾ ഫസ്റ്റത്തെ ഇതിൽ ചെയ്തല്ലോ ഒരു സെയിം ഇതിലോട്ട് റിക്വസ്റ്റ് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടോ. നോക്കൂ ഗൈസ് ലോഗിൽ നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് നമ്മളിപ്പോൾ ഇതാ നമ്മുടെ ഇതിലോട്ട് എന്താണ് പാരാമീറ്ററായിട്ട് പാസ് ചെയ്ത സംഭവങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ. ഓക്കെ ആ കാര്യങ്ങളൊക്കെ ലോഗായിട്ടുണ്ട്. അത് അങ്ങനെയാണ് ഈ ഒരു എക്സ്പ്ലോയിറ്റ് കിട്ടിയത്. സോ ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ടായി അങ്ങനെയാണ് ചെയ്തത്. സോ നമ്മൾ നേരത്തെ എന്താണ് നമുക്ക് റിവേഴ്സൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനമാണ് നമ്മൾ കണ്ടത്. സോ നോട്ടീസ് ദ JND attack syntax included in the log entry. If you like to experiment more, try the some bypass mentioned in the task below. ഓക്കെ സോ ചില എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ആൻറ്റിവൈറസ് എന്താണ് ഫയർവാൾ ബ്ലോക്ക് ചെയ്യും നമ്മുടെ ചെറിയ സിംപറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. സോ ഞാൻ ഈ കാര്യങ്ങളൊന്നും വായിക്കുന്നില്ല. ഓക്കെ കുറേ എന്താണ് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളുണ്ട്. ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു LDAP അല്ലെങ്കിൽ RMI പ്രോട്ടോക്കോളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. സോ പല ടൈപ്പിലുള്ള പാലോഡ്സ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ജസ്റ്റ് കട്ട് ചെയ്ത് പോകാം. സോ ഇനി നമുക്ക് എന്താണ് മിറ്റിഗേഷനാണ്. നോ ദാറ്റ് യു ലിറ്റിൽ ബിറ്റ്. ഓക്കെ സോ പ്ലീസ് ടേക്ക് ഓഫ് യുവർ ഹാക്കർ ഹാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. സോ നമുക്ക് ആ ഒരു വൾണറബിലിറ്റി എന്താണ് മിറ്റിഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ മിറ്റിഗേഷൻ ടെക്നിക്സ് എന്താണ് പാച്ച് സോളർ വെബ്സൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാവുന്നതാണ്. വൺ ഓപ്ഷൻ ഈസ് ടു മാനുവലി മോഡിഫൈ ദ solar.in.sh ആണ്. ഓക്കെ ഇപ്പോൾ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാകും വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരെ പറയാൻ മീൻസ് എന്താണ് ഈ ഒരു വൾണറബിലിറ്റി അല്ലെങ്കിൽ പാച്ച് ചെയ്യുക അതാണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ഇതിലൂടെ നോക്കാം, അല്ലെങ്കിൽ മാനുവലായിട്ട് ചെയ്യേണ്ടത് solar.in.sh എന്താണ് മോഡിഫൈ ചെയ്താൽ മതി the specific syntax. Okay, let's go down to the sake of showcasing the defensive tactics. If you want to directly access into the machine, the credentials are vagrant as the username and vagrant as the password. Okay, determine where the solar.in.sh file exists on the target machine. You can do this rapidly following the command. So locate യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. സോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ ഇവിടെയാണ് കിടക്കുന്നത്. ETC ഡിഫോൾട്ടിൽ ആണ് കിടക്കുന്നത്. ഓക്കെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്തിനാണ് ഞാൻ ലിനക്സ് ബേസിക് അല്ലെങ്കിൽ ലിനക്സ് ഫണ്ടമെൻ്റൽസിൻ്റെ കോഴ്സ് നമ്മുടെ ചാനലിൽ വെച്ചിരുന്നത്. അതിൽ നമ്മൾ ഈ ലൊക്കേറ്റ് ഫൈൻഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളൊരു പെൻട്രേഷൻ ടെസ്റ്റർ അല്ലെങ്കിൽ
ഒരു ഹാക്കർ ആവണമെങ്കിൽ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ടത് വെച്ചാൽ ലിനക്സ് കമാൻഡ്സ് ഫസ്റ്റ് അറിയണം. എന്നാലേ നിങ്ങൾക്ക് ഓരോ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ പറ്റത്തുള്ളൂ. സോ അതിലോട്ടൊന്ന് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെയാണ് കിടക്കുന്നത്. സോ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? ഓക്കെ, അതിൻ്റെ പാത്ത് നെയിം ആയിരിക്കും ചോദിച്ചിട്ടുള്ളത്. /etc. So the Apache Solr website security page explains that you can add this specific syntax to the solr.in file എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ഇതിൽ പറയുന്നത് ഈ ഒരു ഫിക്സ് ചെയ്യാനെങ്കിൽ നമുക്ക് മാനുവലി ഈ ഒരു സിൻറ്റാക്സ് അതിലോട്ട് ആഡ് ചെയ്താൽ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ലുക്കപ്പ് കാരണമാണ്. എന്തായത് JNDI ലുക്കപ്പ് കാരണമാണ് ആ ഒരു വൾനറബിലിറ്റി വരുന്നത്. സോ ഇവിടെ കൊടുക്കുന്നുണ്ടോ ഫോർമാറ്റ് നോ ലുക്കപ്സ് ഈക്വൽ ടു ട്രൂ എന്നാണ് കൊടുക്കുന്നത്. ലുക്കപ്പ് എന്താണ് ഡിസേബിൾ ചെയ്യുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ നമുക്കതൊന്ന് മോഡിഫൈ ചെയ്യാം. sudo solr sudo nano അടിക്കണം. sudo അടിച്ചപ്പോൾ അതടിക്കാൻ മറന്നു. സോ ഈ ഒരു സംഭവം ആഡ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഫുള്ള് കമൻറ്റ് ചെയ്തിട്ടുള്ളതാണല്ലോ ഫുള്ള്. നമുക്ക് ആ ഒരു ജസ്റ്റ് എടുത്താൽ മതി തോന്നുന്നു. You will need a sudo root permission. Okay, scroll the bottom of the file and add a null with the above syntax. Okay, അപ്പോൾ അതിൻ്റെ അടിയിൽ കൊണ്ടിടാം, എവിടെയാണെങ്കിലും ഇടാം. സോ ഓക്കെ, ഇവിടെയാണ് തുടങ്ങുന്നത്. ഓക്കെ, സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ പോട്ടൊക്കെ വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. സോ നമ്മൾ ആ ഒരു ഫയൽ മാറ്റിയിട്ടുണ്ട്, ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. സോ now that verification as module service still need to be restarted for the changes to effect. സോ നമുക്ക് ആ ഒരു സോളർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യിപ്പിക്കാം, എന്നാലേ ആ ഒരു നമ്മൾ ചേഞ്ച് ചെയ്ത സാധനങ്ങളൊക്കെ റെഡി ആവത്തുള്ളൂ. സോ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെൻഡിങ് സ്റ്റോപ്പ് കമാൻഡ് ടു സോളർ റണ്ണിങ് ഓൺ പോഡ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും സെറ്റ്. ഓക്കെ, ഇത് റീപാച്ച് ആയി. സോ ഇനി നമുക്ക് പാച്ച് ആയിട്ടുണ്ടോയെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത ആ ഒരു സെയിം മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഹാപ്പി സെർച്ചിങ്. സോ നമ്മുടെ നെറ്റ്കാറ്റ് ലിസണർ ആൾറെഡി റണ്ണിങ്ങിലാണ് അല്ലേ? ഓക്കെ, ഇപ്പം നമുക്കിവിടെ ഷെല്ല് കിട്ടിയിട്ടുണ്ട്, കണക്ഷനൊന്നും പോയിട്ടില്ലല്ലോ. Logout. ഓക്കെ, ലോഗൗട്ട് ആയിട്ടുണ്ട്. സോ നമ്മുടെ നെറ്റ്കാറ്റ് ലിസണർ ഒന്നും കൂടി ഓൺ ചെയ്യാം. ഓക്കെ, നെറ്റ്കാറ്റ് ലിസണർ ഓൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് നേരത്തെ നമ്മൾ ചെയ്ത ഒരു കമാൻഡ് ഒന്നും കൂടി ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഷെല്ല് കിട്ടിയോ? നോ ഗൈസ്, ദർ ഈസ് നോ ഷെല്ല് കിട്ടുന്നില്ല. ഇനി നമുക്ക് വേറൊരു ടെക്നിക്കും കൂടി ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കമാൻഡ് ഇതൊന്നും കൂടി എടുത്തിട്ട് ആ ഒരു ലാസ്റ്റത്തെ ഒരു സാധനം ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് ഷെല്ല് കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, കമോൺ. ഓക്കെ, കൺട്രോൾ നോക്കിയാൽ മതി കേട്ടോ, പെട്ടെന്ന് താഴോട്ടെത്തണമെങ്കിൽ. കൺട്രോളും പിന്നെ അടിയത്തെ സ്വിച്ചും. ഓക്കെ, നെക്കി ഇനി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നെറ്റ്കാറ്റ് ലിസണർ റണ്ണിങ് ആണ്. ഓക്കെ, റീസ്റ്റാർട്ടിങ് ആണ്. ഓക്കെ, റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്നുകൂടെ കോപ്പി ചെയ്ത് നോക്കാം. യാ ഗൈസ്, ഇവിടെ ഷെല്ല് കിട്ടി, കണ്ടോ?
ഓക്കെ. അപ്പോൾ ഞാൻ ആ ഒരു കമാൻഡ് ആ ഒരു ഇതിൽ നിന്ന് റിമൂവ് ചെയ്തപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു ഷെല്ല് കിട്ടി. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അയ്യോ, ലുക്കപ്സ് ഓഫാക്കുന്ന ആ ഒരു സ്നിപ്പറ്റ്, വേർ ഈസ് ദ സ്നിപ്പറ്റ്? ഓക്കെ, ഇത്ര പണിയുള്ളൂ. പാച്ച് ചെയ്യാൻ സിമ്പിളാണ് ഈ ഒരു സോളറിൻ്റെ ഇതിൽ എത്തുന്ന സമയത്ത്. സോ ഇനി നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സിമ്പിളായിരുന്നു. സോ അടുത്തത് പാച്ചിങ്. സോ പാച്ചിങ്ങിനെ കുറിച്ചുള്ള എന്ത് സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സസൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഈസ് നോട്ട് അപ്പാച്ചെ സോളർ 8.11.1 ഹാസ് നോട്ട് ബീൻ റിലീസ്ഡ് വിത്ത് എ ഫോർമാറ്റ് പാച്ച്. സോ ഈ ഒരു എക്സസൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു എന്താണ് അപ്പാച്ചൻ്റെ ഈ ഒരു 11.1 വെർഷന് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അലോങ് സൈഡ് മെനി അതർ സോഫ്റ്റ്വെയർ പ്രൊവൈഡേഴ്സ് ദ ഇൻട്രസ്റ്റ് frantically scrambling to patch their software and push it downstream to end users as quickly as they can. Please be understanding of this frenzy. സോ ഇപ്പോൾ നോക്കുന്ന കാര്യമല്ല. സോ ഈ ഒരു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഈ ഒരു ലാബൊക്കെ എത്തിയ സമയത്ത് ഇതിൻ്റെ എന്താണ് 11 വെർഷനൊന്നും വന്നിട്ടില്ലായിരുന്നു എന്നാണ് പറയുന്നത്. സോ ഒരു എന്താണ് ഇപ്പോൾ റിയൽ വേൾഡിൽ കുറേ സെർവേഴ്സ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നുണ്ടാവും. സോ ആ ഒരു കാര്യങ്ങളാണ് പറയുന്നത്. റിപ്പോർട്ട് ആ ഒരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. വെൻ അപ്രോപ്രിയേറ്റ് പ്ലേഷൻ ദ പാച്ച് ലോഗിങ് 4J. ഇതിൽ ലോഗ് 4J അപ്ഡേറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. 2.16.0 കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ സിമ്പിളാണ്. പിന്നെ ക്രെഡിറ്റ് ആൻഡ് ഓർഡേഴ്സ്. ഓക്കെ, ഈ ഒരു ലാബ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. അപ്പോൾ എല്ലാവരും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ നിങ്ങളുടെ ഒരു വിലപ്പെട്ട അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ അത്രയ്ക്കും എഫേർട്ട് എടുത്തിട്ട് നമ്മുടെ ടൈമൊക്കെ ഇതാക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ ഇത്ര കാര്യങ്ങൾ പറയാനുള്ളൂ. സോ ലവ് യു ഗൈസ്, പാർട്ട് ബൈ ഹാക്ക് ഫൈൽസ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.